ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു നാൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയിലേക്കുള്ള അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാം, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഒരു സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ഇതൊരു 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ നമ്മുടെ ഈ ഡോൻ്റെ മുകളിൽ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഞാനിവിടെ നോർമൽ നാനും ഗാർലിക് നാനും ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗാർലിക് നാനിലേക്ക് ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചൊരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറേ പേര് കട്ട് ചെയ്തിട്ടാണ് ഇടുക. എനിക്ക് തോന്നുന്നു ചതച്ചിട്ടാലാവും ഒന്നുകൂടി നല്ലതായിട്ടുണ്ടാവുക. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡോൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എടുത്തിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ബോൾസാക്കി എടുക്കാം. ഇതിൽ നിന്ന് നമുക്കൊരു 5 മീഡിയം സൈസ് ബോൾസാണ് കിട്ടുക. ഇനി നമുക്കിത് എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിന്നൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദയിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഇത് പരത്തിയെടുക്കുന്നത് അവിടെ കൂടെ ജസ്റ്റ് കുറച്ച് മൈദ തൂവി കൊടുത്തിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നാനിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓവൽ ഷേപ്പാണ്. ഒരു എഡ്ജ് കുറച്ചും കൂടി ഇങ്ങനെ തിന്നായിട്ട് ഷാർപ്പനായിട്ടാവും, ഒരെണ്ണം കുറച്ചുകൂടി ഇങ്ങനെ പരന്നിട്ടാവും. അപ്പോൾ ആ ഒരു ഷേപ്പിക്ക് ഞാനിതിനെ പരത്തിയെടുക്കുകയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്യാം കേട്ടോ. ജസ്റ്റ് നാനിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ ഒരു രീതിക്കാണ്. അപ്പോൾ ആ രീതിക്ക് ഞാനിതിനൊന്ന് പരത്തിയെടുക്കുകയാണ്. ഭയങ്കര സിമ്പിളാണ്. കാരണം നമുക്ക് നോർമലി റൗണ്ട് ആക്കാനാണ് കുറച്ചുകൂടി പാട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൂടി സുഖമാണ്. ജസ്റ്റ് അങ്ങ് പരത്തി കൊടുത്താൽ തന്നെ ചിലപ്പോൾ നാനിൻ്റെ ഷേപ്പായി കിട്ടും. അപ്പോൾ ഇത്രയും മതിയാകും. ഇനി നമുക്ക് നാനിൻ്റെ ഒരു സൈഡ് നല്ലപോലെ വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലല്ല നോർമലി നാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒരു സൈഡിൽ നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്താണ് നമ്മളിതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് നല്ലപോലെ വെള്ളം ബ്രഷ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇരുമ്പ് ചട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു തരം പാനാണ്. ആ പാനിലേക്ക് നമ്മൾ വെള്ളം ഏത് ഭാഗത്താണോ ബ്രഷ് ചെയ്തേ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും. എന്നിട്ട് ബബിൾസ് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെയൊക്കെ നല്ലപോലെ ബബിൾസ് വരുന്നുണ്ട്. നല്ലപോലെ ബബിൾസ് വരുന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ ജസ്റ്റ് ഒന്ന് കമിഴ്ത്തി കൊടുക്കണം. കമിഴ്ത്തി കൊടുത്തിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നിന്ന് നമ്മുടെ നാനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അധികം കരിയിച്ചെടുക്കാതിരിക്കാൻ നോക്കുക. അത്ര അങ്ങ് ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക. ജസ്റ്റ് ഒരു ലൈറ്റ് പൊക്കിയിട്ട് ഇതേപോലെ ഈ ഒരു ഷെയ്ഡ് വരുന്നവരെ ഫ്ലെയിം കാട്ടി കൊടുക്കുക. ഇപ്പം നമ്മൾ നോർമൽ നാനാണ് ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഗാർലിക് നാൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബട്ടറിൻ്റെ ഒരു മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേ പ്രൊസീജിയർ ചെയ്യുക. പൊതുവെ ഇങ്ങനെ കരിയിച്ചെടുക്കുന്ന ടൈപ്പ് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്കിത് നോൺ സ്റ്റിക്ക് പാനിൽ നോർമൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഒതൻറ്റിക് നാൻ റെസിപ്പീൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഗാർലിക് നാനും ഉണ്ടാക്കാം. ഇനി ഇതെങ്ങനെയാണ് ഫ്ലെയിം കാണിക്കേണ്ടത്, അതായത് നമ്മുടെ പാന് കമിഴ്ത്തിയിട്ട് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പാന് ഒന്ന് കമിഴ്ത്തി കൊടുക്കുക. എന്നിട്ട് കണ്ടോ, അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നമ്മുടെ കൊറിയാൻഡർ ലീഫ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കത്തി പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ ഇങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ചില ഗാർലിക് പീസസൊക്കെ ഇങ്ങനെ ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഇങ്ങനെ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക, ഈവനായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും മതിയാകും. ഇത് നോൺ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഞാൻ നോൺ സ്റ്റിക്കിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്